ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീപ്പിംഗ് ഡിസീസസ് എവേ, അതായത് നമ്മുടെ SSLC-ക്കാരുടെ ബയോളജിയിലെ 4th ചാപ്റ്റർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമൽ കണ്ടീഷൻ ദാറ്റ് എഫക്ട് ദ സ്ട്രക്ചർ ഓഫ് ഓർ ഫങ്ഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ ഫങ്ഷനെയോ എന്തെങ്കിലും ഒരു എന്താ പറയുക അബ്നോർമൽ കണ്ടീഷൻ വരുത്തുന്ന ഒരു കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്, ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പത്തോജനിക് ആണ്, ഒന്ന് നോൺ പത്തോജനിക് ആണ്. അതായത് പത്തോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുത്താൻ കഴിവുള്ള ഓർഗാനിസംസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ അസുഖം ഉണ്ടാക്കാൻ കഴിയുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പത്തോജൻ എന്ന് പറയുന്നത്. ആ പത്തോജൻസിൽ എന്തൊക്കെ ബാക്ടീരിയ, വൈറസ്, ഫഞ്ചൈ, പാരസൈറ്റ്സ് എല്ലാം പെടും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അതിൻ്റെ ട്രാൻസ്മിഷൻസിനാണ്. അപ്പോൾ എങ്ങനെ ഒരു പത്തോജൻസ് നമ്മുടെ ശരീരത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്നാണ്. അത് നമുക്ക് കഫിങ്, സ്നീസിങ്, അതായത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വരാം. ബൈ കോണ്ടാക്റ്റിലൂടെ നമുക്ക് പടരാം. അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ഫുഡ് ഓർ വാട്ടർ, അതായത് നമ്മുടെ മലിനമായ ഫുഡോ വാട്ടറോ ഒക്കെ കുടിക്കുന്ന സമയത്തോ കഴിക്കുന്ന സമയത്തോ വരും. അതുപോലെ അൺസ്റ്റെറിലൈസ്ഡ് ഒക്യുപ്പൻ്റ്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉപയോഗിച്ച നീഡിൽസോ കത്തീറ്റേഴ്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മറ്റൊരു പേഷ്യൻ്റ് ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പം അതുവഴി പത്തോജൻസ് അവരുടെ ബോഡിയിൽ എൻ്റർ ചെയ്യും. അതുപോലെ തന്നെ വെക്ടേഴ്സ്, ഇപ്പോൾ ഒരു എന്താ പറയുക മലേറിയ ഒരു കൊതുക് വഴിയാണ് പടരുന്നത്. അപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിന്ന് മറ്റൊരു പേഴ്സൺക്ക് അത് ഇൻഫെക്റ്റ് ആവുന്നത് കൊതുക് വഴിയാവും. അല്ലെങ്കിൽ പിന്നെ ക്ലോത്ത്, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ, അതായത് അസുഖം വന്ന ഒരാൾ ആ ഒരു ക്ലോത്ത് വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയും പടരാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതിൻ്റെ ഒരു ഡിസീസിൻ്റെ 2 ടൈപ്സ് ആണ്. ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസും രണ്ട് നോൺ പത്തോജനിക് ഡിസീസും. അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഥവാ കണ്ടേജിയസ് ഡിസീസ്, ഇത് പത്തോജൻസ് വഴി ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ഇത് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് പകരാം. മറ്റേന്ന് വെച്ചാൽ നോൺ പത്തോജനിക്, ഇവിടെ പത്തോജൻസിൻ്റെ ഒന്നും ഇൻവോൾവ്മെൻ്റ് ഇല്ല. അവിടെ ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് സ്പ്രെഡ് ആകില്ല. ഇതിന് റീസൺസ് ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലാകാം, അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് വരുന്ന ഓരോ അസുഖങ്ങളുമാകാം. അപ്പോൾ ഇനി നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വൈറൽ ഡിസീസ്, പിന്നെ ഫംഗൽ, ബാക്ടീരിയൽ, പ്രോട്ടോസോവൻ, ഫൈലേറിയൽ വോം ഡിസീസ്. ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നത്. ഇനി ഫസ്റ്റ് വണ്ണായ വൈറസ് ഡിസീസസ്, അതായത് വൈറസ് വഴി പടരുന്ന ഡിസീസസ്. അതിന് ഫസ്റ്റാണ് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് നിപ്പ. അതായത് ഈ നിപ്പ അതിന് കോസറ്റീവ് ഏജൻ്റ്, അതായത് അതിൻ്റെ പാത്തോജനാണ് നിപ്പ വൈറസ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക ബാറ്റ്, അതായത് വവ്വാൽ കടിച്ച ഫ്രൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് നമ്മുടെ പന്നികളിൽ നിന്നുമാണ് ഇത് വരുന്നത്. ഇനി വൈറൽ ഡിസീസിൻ്റെ രണ്ടാമത്തെ ഇതാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം. ഇതിൻ്റെ പാത്തോജൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കണ്ടാമിനേറ്റ് ആയിരുന്ന ഫുഡിൽ നിന്നോ വാട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലഡ് കോമ്പണൻസ് എന്നോ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ഓഫ് പേഷ്യൻസിൻ്റെ യൂറിനോ സ്റ്റൂളിൽ നിന്നോ. ഇനി അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നോക്കാം. ലിവർ ഇൻഫ്ലമേഷൻ, ഈ ലിവറിലുള്ള തടിപ്പ്, ഡാർക്ക് യെല്ലോയിഷ് കളർ മ്യൂക്കസ് മെംബ്രെയിനൊക്കെ ഡാർക്ക് യെല്ലോയിഷ് കളർ വരുന്നത്, ഐസ്, നെയിൽസ്, അതിനൊക്കെ എന്ത് ചെയ്യും, ഒരു യെല്ലോയിഷ് കളർ, ഡാർക്കായിട്ടുള്ള യെല്ലോയിഷ് നമ്മൾ കണ്ടു കാണും, യെല്ലോയിഷ് കളറൊക്കെ വരുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ബിലിറൂബിൻ, നമ്മുടെ ബൈൽ ഡക്റ്റിലുള്ള ബിലിറൂബിൻ്റെ ഒരു കൂടുതൽ കാരണമാണ് ഈ കണ്ണിലും ഈ മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ നമ്മുടെ ഈ ഒരു ഡാർക്ക് യെല്ലോയിഷ് കളർ കാണാൻ കാരണം. ഇനി അതിലെ വൈറൽ ഡിസീസിന് മൂന്നാമത്തെ ഡിസീസാണ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയറായി കേട്ട് പരിചയമുള്ള ഡിസീസാണ് എയ്ഡ്സ്, അതായത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇത് കോസ് ചെയ്യുന്നത് വെച്ചാൽ HIV വൈറസ്, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് വഴിയാണ് കോസ് ചെയ്യണത്. ഇനി സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചാൽ ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്പ്രെഡ് ചെയ്യാം, നീഡിൽസ്, സിറിഞ്ചസ് അത് ഷെയർ ചെയ്ത് സ്പ്രെഡ് ചെയ്യാം, ത്രൂ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോൺടാക്റ്റ് വഴി സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസ്ക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി ആ അസുഖം നമുക്ക് ഒന്ന് ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ കിസ് ചെയ്താലോ അല്ലെങ്കിൽ സലൈവ വഴിയോ അല്ലെങ്കിൽ ഫുഡ് വഴിയോ അല്ലെങ്കിൽ കഫിങ്ങോ സ്നീസിങ്ങോ ഇൻസെക്ട്സ് വഴിയോ അല്ലെങ്കിൽ ഷെയറിങ് ടോയ്സ് വഴിയോ ഒന്നും സ്പ്രെഡ് ചെയ്യില്ല. ഇനി ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഈ HIV വൈറസ് നമ്മുടെ ബോഡിക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മളെ ലിംഫോസൈറ്റ്സിൻ്റെ മെക്കാനിസം വെച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറയും, നമ്മുടെ ലിംഫോസൈറ്റ് ശരീരത്തിൽ കുറയും ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, വളരെയായിട്ട് കുറയും. ആ കുറയുന്ന സമയത്ത് നമ്മുടെ ഈ HIV വൈറസ് നമ്മുടെ ബോഡിനെ അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര സുഖം. അങ്ങനെയാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, ആക്ഷൻ വരുന്നത്. ഇനി അടുത്ത കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ബാക്ടീരിയൽ ഡിസീസ്, അതായത് ബാക്ടീരിയ വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റാറ്റ് ഫീവർ എന്ന് വെച്ചാൽ ലെപ്റ്റോസ്പൈറോസിസും അതിന് പറയും. ഇതിൻ്റെ പത്തോജൻ എന്ന് വെച്ചാൽ ലെപ്റ്റോസ്പൈറയാണ്.
ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ത്രൂ വൂൺസ്, മുറിവുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാഗ്നൻറ്റ് വാട്ടറോ മോയ്സ്ചർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ മോയ്സ്ചറിൽ നിന്നോ ഇത് പടരാം. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ നല്ല പനി, ഹെഡ് ഏക്ക്, നല്ല തലവേദന, അതുപോലെ തന്നെ മസിൽ പെയിൻ ഉണ്ടാകും. പിന്നെ റെഡ്നെസ് ഇൻ ഐസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ബ്ലീഡിങ് കാരണം എന്താകും, കണ്ണ് നന്നായിട്ട് ചുവന്നിരിക്കും. അതിൽ രണ്ടാമത്തെ വരുന്നതാണ് ഇനി ഡിഫ്തീരിയം കോസറ്റീവ് ഏജൻ്റായിട്ട്, അതായത് പാത്തോജനായിട്ട് വരുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയം. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചാൽ ത്രൂ കഫ്സ്, സ്നീസ് ഓർ ഈവൻ ഡയറക്റ്റ്ലി നമ്മൾ തുമ്മിയാലോ ചുമച്ചാലോ അത് ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റോ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവും. ഇനി അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ എല്ലാത്തിനും പോലെ ഫീവർ ഉണ്ടാവും, പിന്നെ ത്രോട്ട് പെയിൻ, ഇൻഫ്ലമേഷൻ ഇൻ ലിംഫ് ഗ്ലാൻഡ്സ് ഇൻ ത്രോട്ടിലെ ലിംഫ് ഗ്ലാൻഡ്സിലൊക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, തടിപ്പ് കാര്യങ്ങളൊക്കെ വരും. ഇനി മ്യൂക്കസ് മെംബ്രെയിൻ അതുപോലെ തന്നെ ആഷ് കളേർഡ് ഒരു തിക്ക് കോട്ടിങ് എന്ത് ചെയ്യും, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിൽ വരും. ഇനി അടുത്തത് വരുന്നത് ട്യൂബർക്ലോസിസ് ആണ്. ഇതിൻ്റെ പത്തോജൻ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രൂ എയർ. ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലങ്സിനെയും അതുപോലെ തന്നെ കിഡ്നി, ബോൺ, ജോയിൻറ്റ്സ്, ബ്രെയിനൊക്കെയാണ് ഇത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കുറയും, അതുപോലെ ക്ഷീണം ഉണ്ടാവും, അതുപോലെ നല്ല എന്താ പറയുക ചുമയാകും. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുക. ഇത് നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ്, BCG വാക്സിനാണ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുക. അടുത്ത് വരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഫംഗൽ ഡിസീസാണ്. അത് പിന്നെ ഫംഗസ് വഴി വരുന്ന ഡിസീസസാണ്. ഇത് ഫസ്റ്റ് വണ്ണാണ് റിംഗ് വോം അഥവാ വട്ടച്ചോറി. ഈ വട്ടച്ചോറി എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യും, സ്പ്രെഡാവും, ഒരു റൗണ്ട് റെഡിഷ് ബ്ലിസ്റ്റേഴ്സൊക്കെ സ്കിന്നിൽ കാണുന്നത്. ഇനി അടുത്തതാണ് അത്ലറ്റ്സ് ഫുട്ട്. ഇതൊരു റെഡിഷ് സ്കാലി റാഷസൊക്കെ നമ്മുടെ സ്കിന്നിൽ കാണുന്നത്. അത് നന്നായിട്ട് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് ഫൂട്ടിൻ്റെ അല്ലെങ്കിൽ ടോസിൻ്റെ ഒക്കെ ബിറ്റ്വീനിലാണ് ഇതൊക്കെ കാണൽ. ഇനി ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ത്രൂ കോൺടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിനോ സോയിലുമായിട്ട് കോൺടാക്ട് വരുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്പ്രെഡ് ആവുന്നത്. ഇനി അടുത്തതാണ് പ്രൊട്ടോസോവൻ ഡിസീസ്. അതായത് പ്രൊട്ടോസോവസ് വഴി നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ്. അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് മലേറിയയുടെ പത്തോജൻ എന്ന് വെച്ചാൽ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അനോഫിൽ മോസ്കിറ്റോസ് വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് വെച്ചാൽ നല്ല പനി, അതുപോലെ തന്നെ നല്ല ഷിവറിങ്ങും അതുപോലെ തന്നെ സ്വെറ്റിങ്ങും ആണ് മേജർ സിംറ്റംസ് വരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നല്ല ഹെഡ് ഏക്ക്, വോമിറ്റിങ്, ഡയേറിയ, അനീമിയ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ഫൈലേറിയൽ വോം ഉണ്ടാക്കുന്ന ഡിസീസസ്. ഇതിൽ ഫസ്റ്റായിട്ട് വരുന്നത് ഫൈലേറിയാസിസ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ക്യൂലക്സ് മോസ്കിറ്റോസ് വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ലിംഫ് ഡക്റ്റിൽ നല്ല വീക്കം വരുന്നതാണ്, സ്വെല്ലിങ് വരുന്നതാണ്. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫൈലേറിയൽ വോംസിൻ്റെ ഗ്രോത്ത് കാരണം അവിടെ ഈ ലിംഫിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും, ഒബ്സ്ട്രക്റ്റ് ആവും, അതായത് തടസ്സപ്പെടും. ആ കാരണത്താലാണ് അവിടെ സ്വെല്ലിങ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നത്. അതായത് വൈറസ് വഴി, ബാക്ടീരിയ വഴി, ഫംഗസ് വഴി, പ്രൊട്ടോസോവ വഴി, പിന്നെ ഫൈലേറിയൽ വോം വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പത്തോജനിക് ഡിസീസസ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നോൺ പത്തോജനിക് ഡിസീസ്. അതിൽ ഒന്നാമത്തെ വരുന്നത് ജനറ്റിക് ഡിസീസും രണ്ടാമത്തെ വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുമാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക്കലി നമുക്ക് വരുന്ന ഒരു ഡിസീസാണ്. നമ്മുടെ ജീനിന് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചാൽ വരുന്ന ഡിസീസാണ്. ഇനി മറ്റൊന്നെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിൽ ഹാബിറ്റൊക്കെ വരുമ്പോൾ സ്മോക്കിംഗ് അതുപോലെ ഫുഡ് വഴിയൊക്കെ വരുന്ന ഡിസീസാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇനി നമുക്ക് ജനറ്റിക് ഡിസീസിലെ ഫസ്റ്റ് വണ് ഹിമോഫീലിയ നോക്കാം. അതായത് രക്തം കട്ട പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീനിന് ഡിഫക്റ്റ് സംഭവിച്ചിട്ട് നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷൻ നടത്തുന്ന പ്രോട്ടീൻ്റെ സിന്തസിസിന് ഡിഫക്റ്റ് സംഭവിക്കും. ആ സമയത്ത് എക്സസീവ് ബ്ലീഡിങ്, ഒരു ചെറിയ മൈന്യൂട്ട് വൂണ്ടെന്ന് പോലും എന്താകും, ഒരുപാട് ബ്ലഡ് പോകും, അത് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരു അവസ്ഥ നമുക്ക് ഒരു താൽക്കാലികമായിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് അത് നിർത്താം. പക്ഷേ ആ ഒരു പേഷ്യൻറ്റിന് നല്ല സ്പെഷ്യൽ കെയറും അറ്റൻഷനൊക്കെ വേണ്ടി വരും. ഇനി അടുത്തൊരു ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഇതേപോലെ ജീനിന് ഡിഫക്റ്റ് സംഭവിച്ചിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അമിനോ ആസിഡ് സീക്വൻസിന് ഡിഫോർമാലിറ്റീസ് പറ്റും. ആ സമയത്ത് RBCs എന്താകും, ഒരു സിക്കിൾ സെൽ ഷേപ്പ്ഡ് RBCs ആവും. ഈ RBCs എന്താകും, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി നന്നായിട്ട് കുറയും. അപ്പോൾ എന്താകും, പേഷ്യൻസ് ഭയങ്കര വീക്കായി. ഈ പേഷ്യൻസിനെ നമ്മൾ എന്താ വിളിക്കും, അനീമിക് പേഷ്യൻസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഈ സിക്കിൾ സെല്ലുടെ RBCs ഇങ്ങനെ ബ്ലഡ് വെസലിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലഡ് വെസലിൽ അടിഞ്ഞു കൂടിയിട്ട് ഈ
ഒരു ബ്ലഡിൻ്റെ ഫ്ലോ എന്താക്കും, ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യും. ഇനി അടുത്തൊരു ഡിസീസാണ് ക്യാൻസർ. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു അൺകൺട്രോളബിൾ ഗ്രോത്ത് ഓഫ് എന്താണ്, നമ്മുടെ സെല്ലാണ്. ഈ സെല്ലിൽ നിന്ന് നമുക്ക് ടിഷ്യൂലോട്ട് ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റ് ഫാക്ടേഴ്സ്, സ്മോക്കിങ്, റേഡിയേഷൻസ്, അതുപോലെ വൈറസസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പിന്നെ നമ്മുടെ ജീൻ മെറ്റീരിയൽസിലൊക്കെ വന്ന ആൾട്രേഷൻസ്, അതൊക്കെ എന്ത് ചെയ്യും, ചിലപ്പം നോർമൽ സെല്ല് വരെ ക്യാൻസർ സെല്ലായിട്ട് മാറും ഇത്ര കണ്ടീഷൻസിൽ. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇതിന് പ്രധാനമായൊരു ഘടകം എന്ന് വെച്ചാൽ ഏർലി ഡയഗ്നോസിസ് ഓഫ് ക്യാൻസറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ക്യൂർ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ. ഇനി അടുത്തതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഇപ്പോൾ നമ്മുടെ കൂടുതലും നമ്മളെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ഇപ്പോൾ. ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അൺഹെൽത്തി ലിവിങ് ലൈഫ് സ്റ്റൈലാണ്. ഇതിന് കാരണം ആയിട്ട് വരുന്നത് സിന്തറ്റിക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസിൻ്റെ കുറവ്, പിന്നെ മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഒരുപാട് ബാഡ് ഹാബിറ്റ്, അതായത് നന്നായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുക, അതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുക, സ്മോക്കിങ്, ഇതെല്ലാം ഇതിന് കാരണമാകും. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാം. സച്ച് ആസ് ഡയബറ്റീസ്, അതായത് നമ്മുടെ ഇൻസുലിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരിക അല്ലെങ്കിൽ മാൾ ഫങ്ഷൻ വരുന്ന സമയത്ത് വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. ഇനി അടുത്ത് ഫാറ്റി ലിവർ, അതായത് നന്നായിട്ട് അതായത് ഡെപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ്, ഒരുപാട് ഫാറ്റ് നമ്മുടെ ലിവറിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ. അതുപോലെ തന്നെയാണ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ റപ്ചർ ഓഫ് ബ്ലഡ് വെസലിൻ്റെ ഒരു റപ്ചറോ, അതായത് പൊട്ടലോ, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഇൻ ബ്രെയിനിലേക്ക് പോകുന്നൊരു ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവുന്ന കണ്ടീഷനാണ് സ്ട്രോക്ക്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടറിൻ്റെ വാള് ഭയങ്കര തിക്കാനായിട്ട് വരുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ എക്സസീവായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടറിൻ്റെ വാള് നല്ല തിക്കനാവും. ഈ ഒരു കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ. ഇനി ഹേർട്ട് അറ്റാക്ക്, അതായത് ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ഫാറ്റ് ഡെപ്പോസിഷൻ. നമ്മുടെ കൊറോണറി ആർട്ടറിയിലൊക്കെ എന്ത് വരും, ഈ എക്സസ് ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കാരണം ബ്ലഡ് ഫ്ലോൻ്റെ ബ്ലോക്ക് സംഭവിക്കുന്ന സമയത്താണ് നമുക്ക് ഹേർട്ട് അറ്റാക്കൊക്കെ വരുന്നത്. ഇനി ലൈഫ് സ്റ്റൈൽ ഡിസീസസിലൊക്കെ പ്രധാനമായിട്ട് പറയേണ്ട ഒന്നാണ് സ്മോക്കിംഗ് റിലേറ്റഡ് ഇഷ്യൂസ്. അതായത് സ്മോക്കിങ് ഭയങ്കരമായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ നെർവസ് സിസ്റ്റത്തിനൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെ കോസ് കഴിഞ്ഞാൽ അത് ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ പോലത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെയെന്ന് വെച്ചാൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ആർട്ടറീസിൻ്റെ ഒക്കെ ഒരു എലാസ്റ്റിറ്റി ഒക്കെ നഷ്ടപ്പെടുത്തും. അതേപോലെ തന്നെ നമ്മുടെ ഹേർട്ടിൻ്റെ ഫങ്ഷനിങ് ഒക്കെ കുറച്ച് കൊണ്ടുവരും. അവസാനം അതൊരു ഹേർട്ട് അറ്റാക്ക് വരെയൊക്കെ എത്തിക്കാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത് ഡിസീസ് എന്താണെന്ന് പറഞ്ഞു, പാത്തോജൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെ പറഞ്ഞു, അതുപോലെ തന്നെ 2 ടൈപ്പ്, അതായത് പിന്നെ കമ്മ്യൂണിക്കബിളും അതുപോലെ തന്നെ നോൺ പാത്തോജനിക്കും പറഞ്ഞു. അതിൽ ഇൻക്ലൂഡ് ആവുന്ന ഡിസീസസിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു. സോ അത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.